ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അതെങ്ങനെ നടന്നു പോന്നാട്ടോ. ഈ ഭാഗത്തേക്ക് നോക്കിയേ, ഒരുപാട് ആഫ്രിക്കൻ ഒച്ചുകൾ ഇവിടെ കാണാട്ടോ. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ മുഴുവനായിട്ട് തന്നെ കാണണം കേട്ടോ. വളരെ പതുക്കെ കേട്ടോ അത് മുന്നോട്ട് പോകുന്നത്. തലന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴേ 2 വലിയ കൊമ്പും 2 ചെറിയ കൊമ്പും കാണാം. ചില സമയത്തുണ്ടല്ലോ ഇതിങ്ങനെ പോണ കണ്ടാ നോക്കി നിൽക്കട്ടോ. ഈ കാണുന്ന ഒച്ചുണ്ടല്ലോ ആള് നിസ്സാരണക്കാരനല്ല കേട്ടോ. മനുഷ്യന്മാർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഇവനൊരു ഭീഷണി കേട്ടോ. കുറെ അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഇവൻ മൂലം ഉണ്ടാവാറുണ്ട്. അങ്ങേയറ്റം അപകടകരമായ ജീവിയാണ്. ഇതിന്റെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് 5 മുതൽ 10 വർഷം വരെ ജീവിച്ചിരിക്കുന്ന കേട്ടോ. രാത്രി സമയങ്ങളിലാട്ടോ ഇവർ കൂടുതലായിട്ട് ഭക്ഷണം തേടി പോകുന്നത്. ഈ കാണുന്ന ഒരു ജീവി ഉണ്ടല്ലോ വീടിന്റെ തൊട്ടടുത്തോ അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തോ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറെ അധികം ആളുകൾ ചെയ്യുന്നത് ഉപ്പുവെള്ളം തെളിക്കലാട്ടോ. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്ന് ആളുകൾ പറയുന്നത്. ഒരൊച്ച് മുട്ട വിരിഞ്ഞ് 6 മാസം കൊണ്ട് അതിന്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിട്ടോ. വളർച്ച എത്തിയ ഒരു എച്ചിന് ഏകദേശം 200 ഗ്രാമോളം തൂക്കം വരും കേട്ടോ. തവിട്ട് നിറമുള്ള തോടുകളാട്ടോ ഇതിന് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ തോടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാൽസ്യം നിർമ്മിതാട്ടോ. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെല്ലാം ഇതിപ്പോ കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവരെ ഭക്ഷണം എന്ന് പറഞ്ഞാല് പല രീതിയിലുള്ള എല്ലാ സസ്യങ്ങളും ഇവര് കഴിക്കൂട്ടോ. പകല് സമയത്ത് ഇവര് മണ്ണിന് താഴ്ന്നിറങ്ങി ഒളിച്ചിരിക്കട്ടോ. ഇവരെ വേറൊരു പ്രത്യേകത എന്താ അറിയോ, വർഷത്തിൽ 4-5 വട്ടം മുട്ട കേട്ടോ. അതിൽ ഒന്നിൽ തന്നെ 250-300 മുട്ടോളം ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ നീങ്ങി പോകുന്നത് കാണുമ്പോഴേ വലിയൊരു തോട് മാത്രം നീങ്ങി പോകുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന്റെ യാത്രയിൽ തടസ്സം നിൽക്കുന്ന കുറെ അധികം എറുമ്പുകളെ ഇവിടെ കാണാട്ടോ. കുറെ സമയമായിട്ടേ ഈ ഒച്ചിതേ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കാട്ടോ. ഇതിനെ ഇത്രത്തോളം അടുത്തുനിന്ന് കാണുമ്പോഴാട്ടോ ഇതിന്റെ രൂപം കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഇതിങ്ങനെ നീങ്ങി പോകുന്നത് കണ്ടേ കുറച്ച് സമയം ഞാൻ അങ്ങനെ ഇരുന്നിട്ടോ അവിടെ. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേ ഇതിന് വേറെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. കരിങ്കല്ലിന്റെ ഇടയിലുള്ള ചെറുകല്ലിലൂടെ അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്.